നമ്മൾ ലാസ്റ്റ് ബ്രോ മാർക്കറ്റ് ഇനിയും ഡൗൺ ആവും, സ്പോട്ടിൽ നല്ല ലോസിലാണ്, ബ്ലസ്സൺ പിന്നെ സ്പോട്ടിൽ ലോസിലാണ് അല്ലേ. നമ്മൾ ചോദ്യങ്ങൾ വരട്ടെ, നമുക്ക് എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കാമല്ലോ. BTC ഡൗൺ ആവാൻ വെയിറ്റിംഗ് ആണ് മുഹമ്മദ്. എടാ പാവം, മറ്റേ ബ്ലസ്സിൽ എന്ന് പറഞ്ഞ ചങ്ങാതിൻ്റെ ഓൾറെഡി ലോസിലാണ്, നീ ഇങ്ങനെ ദ്വാരക്കല്ലടാ. 60K ഒന്നുകൂടി എക്സ്പെക്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ വരട്ടെ, എന്നാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു മനസ്സിലൊരു ആറ്റിറ്റ്യൂഡ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 60K ആണ് നമുക്കിപ്പം വലിയ ഡൗൺ ആയി തോന്നുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം ചിന്തിക്കേണ്ടത്. കാരണം ഈ കഴിഞ്ഞ ബുൾ മാർക്കറ്റിന്റെ ഇടയിൽ നമ്മൾ ഈ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളിടയിൽ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 60K 58K ഒക്കെ ഭയങ്കര ഡിപ്പായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ ജാനുവരി സമയത്തൊക്കെ 60K എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമായിരുന്നു. ഇന്ന് BTC 60K എന്ന് പറയുന്നത് നമ്മളൊന്ന് പേടിപ്പെടുന്നുണ്ട്. ഇത് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഈ പറയുന്ന നമ്മൾ എത്രയോ നാളായിട്ട് സ്വപ്നം കണ്ട ഏരിയ പിന്നീട് ഒരു വലിയ കറക്ഷനായിട്ട് ആ ഏരിയയിലേക്ക് കിട്ടുമോ എന്നുള്ളൊരു ആഗ്രഹം വരുന്ന രീതിയിലേക്ക് മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. വാർ സീനാക്കോ എന്നുള്ളതാണ് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട്. നോർമലി ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എപ്പോഴും ഈ ഉക്രൈൻ വാർ, ഈ മെയിൻ ഗ്രോത്തിന്റെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് വാറൊക്കെ ഭയങ്കര ഉക്രൈൻ വാറൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഉക്രൈന് റഷ്യ എന്നൊക്കെ പറയുന്നത് ക്രിപ്റ്റോനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടന്റ് സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടായത് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ നിന്നാണ് BTC ഇപ്പൊ എത്രയായത്, 70K മുട്ടിയത്. ഈ ഉക്രൈൻ റഷ്യ വാർ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പരിപാടി. ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറയാല്ലേ, ഈ പറയുന്ന വാർ ന്യൂസ് അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാരെ ഈ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കാൻ, ഏത് മാർക്കറ്റിൽ നിന്ന് നമ്മളെ പോലുള്ളവരെ മാക്സിമം ഫീൽഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള സംഭവങ്ങളായിട്ട് കൂട്ടിയാൽ മതി. ഈ വാർ ന്യൂസ്, വാറിനെ സംബന്ധിച്ചിടത്തുള്ള ഫഡ് മറ്റേ അങ്ങനത്തെ പരിപാടിയൊക്കെ അൾട്ടിമേറ്റ് ഒരു മെയിൻ ഗ്രോത്ത് അതിന് ശേഷം പ്ലാൻഡ് ആണ്. ഈ BTCനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഹാൾവിങ് ഇപ്പോൾ ഒരു 3 ദിവസം 4 ദിവസത്തിനുള്ളിൽ ഹാൾവിങ് നടക്കാൻ പോയി. ഇപ്പം നമ്മൾ ഒന്നും നോക്കണ്ട, 2020, 2016, 2012 ഈ 3 ഹാൾവിങ്ങിനു ശേഷവും BTCക്ക് എന്താണ് സംഭവിച്ചത്? ഈ 3 ഹാൾവിങ് നടന്നപ്പോഴും BTCന്റെ റേറ്റ് എന്താണ്? ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാണ്. അതായത് 2020 ഹാൾവിങ് ഉണ്ടാകുമ്പോൾ റേറ്റ് എത്രയാണ്? വളരെ ചുറ്റാൻ $8,000 മറ്റോ അങ്ങനെ എന്തോ ആണ് 2000 ഹാൾവിങ്ങിന് മുമ്പ്. അതായത് ഓൾ ടൈം ഹൈ 2020 അടിക്കുന്നതിന്റെ മുമ്പ്. പിന്നെയാണല്ലോ ഹാൾവിങ്ങിന് ശേഷമാണല്ലോ നമ്മൾ 69K കണ്ടത്. അതായത് $8,000. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 800, അതിലും കുറവെന്ന് തോന്നുന്നുണ്ട്, 600, ഞാൻ കറക്റ്റ് ഓർമ്മിക്കുന്നില്ല. ഈ 2024 ഹാൾവിങ് ഉണ്ടാകുമ്പോഴുള്ള റേറ്റ് എത്രയാണ്? BTCക്ക് 60K അല്ലെങ്കിൽ 62K. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ലേ, ഈ ഏത് ഫീൽഡ് ആയാലും. ഇപ്പൊ ഗോൾഡ് എടുത്ത് നോക്കിയിട്ട് ഗോൾഡിന് ഇപ്പൊ എത്ര റേറ്റ്? 53 സംതിങ് ആയില്ലേ. അതും നിങ്ങൾ ഈ ETF-ന് ശേഷം, ഗോൾഡ് ETF-ന് ശേഷം വന്നതിന് ശേഷമുള്ള ഗ്രോത്ത്. അൾട്ടിമേറ്റ് നമ്മളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഈ ഹാൾവിങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാവരും ഞാൻ പറഞ്ഞിരുന്നു, ഈ പറയുന്ന മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡ് പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഹാൾവിങ്ങിനും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഓരോ ഹാൾവിങ്ങിനും ഓർക്ക് കിട്ടുന്ന റിവാർഡ് ഇങ്ങനെ കുറഞ്ഞു. ഇപ്രാവശ്യം വളരെ കുറവ്. ആദ്യം 50 കിട്ടിയെടുത്ത്, പിന്നെ 25, പിന്നെ $12,000 12,000 BTC ആണ് ആർക്ക് കിട്ടുക? ഈ എടുക്കുന്നവർക്ക് കിട്ടുക. ഇപ്പൊ ഇപ്രാവശ്യം കുറഞ്ഞു വരെ ഓരോ ഹാൾവിങ്ങിന് ശേഷം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കണം? അടുത്ത ഹാൾവിങ്ങിലേക്ക് ഓരോ മൈനേഴ്സും ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു നിശ്ചിത അളവിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് ഒരു ഹാൾവിങ് കംപ്ലീറ്റ് ആയിട്ട് ഓരോ മൈനേഴ്സിനും എന്ത് കിട്ടുന്നു? അവർക്ക് റിവാർഡ്സ് കിട്ടും. അപ്പൊ ആദ്യത്തെ 2008 ആണെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ 50 BTC ആണ് കിട്ടിയെങ്കിൽ 2012 ആകുമ്പോഴത്തേക്ക് അത് 25, 16 ആവും 12, അങ്ങനെ ഓരോ പ്രാവശ്യം ഇതിങ്ങനെ കുറഞ്ഞു വരെയും. അപ്പൊ നിങ്ങൾ ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, അടുത്ത ഹാൾവിങ് വരെ ഈ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് മൈനേഴ്സിന് റിവാർഡ് കിട്ടുമ്പോൾ ഈ ഓരോ ഹാൾവിങ്ങിന് ശേഷവും BTCന്റെ റേറ്റ് കൂടാതിരുന്നാൽ മൈനിങ് ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് കിട്ടുന്ന അളവുകൾ കുറവാണ്. 12ഉം 50 തൊട്ടിട്ട് 25 കിട്ടിയെടുത്ത് ഇന്ന് 50 കിട്ടിയെടുത്ത് ഇന്ന് വെറും എത്രയാണ് കിട്ടുന്നത്? 50, 25, 12, 6 അതിലും പകുതിയാണ്. അടുത്ത ഹാൾവിങ് ആകുമ്പോൾ അതിലും പകുതിയാവും. അപ്പൊ അത്രയും ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈനിങ് ചെയ്യുന്നവർക്ക് റിവാർഡ്സ് എന്ത് കിട്ടണം? അതിലും കൂടുതൽ കിട്ടണം. അടുത്ത ഹാൾവിങ്ങിലേക്ക് എന്തുണ്ടാവണം? ഈ പറയുന്നതൊന്നും പിന്നെ സംഭവിക്കാനേ പാടില്ല. ഈ 60K ഒന്നും പിന്നെ ചിന്തിക്കാൻ കൂടി പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് എത്തണം.
അല്ലെങ്കിൽ എന്ത്, ഈ 4 വർഷത്തിന് ശേഷം അടുത്ത അവർക്ക് കിട്ടുന്ന ഹാൾവിങ്ങിന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഈ ഹാൾവിങ്ങിന് മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡിനേക്കാൾ പകുതിയായിരിക്കണം. അപ്പോൾ ആ ഒരു 4 വർഷത്തിന് ശേഷം ഇപ്പം കിട്ടുന്നതിനെക്കാട്ടി പകുതി കിട്ടുന്നിടത്ത് BTCന്റെ വാല്യൂ എന്തായിരിക്കണം? നല്ലൊരു എമൗണ്ട് കയറിയിരിക്കണം. അങ്ങനെയാണ് ഓരോ ഹാൾവിങ്ങിന് ശേഷം 2012, 16, 20 ശേഷം ഇപ്പൊ 2020 ഞാൻ പറഞ്ഞ പോലെ ഹാൾവിങ് ടൈമിൽ $8,000 മറ്റോ ആണെന്ന് തോന്നുന്നു എൻ്റെ രൂപം വെച്ചിട്ട്. പക്ഷെ ആ സമയത്ത് ഇപ്പം കിട്ടിയതിന്റെ ഡബിള് ആണ് ആർക്ക് കിട്ടിയത്? മൈനേഴ്സിന് കിട്ടിയത്. പക്ഷെ 2024 ആകുമ്പോൾ മൈനേഴ്സിന്റെ പകുതി ആവുന്നുണ്ടെങ്കിലും BTCന്റെ റേറ്റ് എന്താ? അന്ന് 8,000 എടുത്ത് ഇന്ന് $60,000. അപ്പൊ മൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ മോട്ടിവേഷനെ കിട്ടുന്നില്ല. കാരണം പകുതി കിട്ടിയാലും പണ്ടത്തേനെക്കാട്ടി ട്രിപ്പിൾ ആണ്. ഇത്തരം ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഹാൾവിങ് അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മളിങ്ങനെ അയ്യോ ഈ ഷോർട്ട് ടേം നിങ്ങൾ ഈ ചെറിയ ചെറിയ കറക്ഷൻസ് വാർ ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹോൾഡിങ്ങിനൊന്നും നമ്മൾ ഈ ചെറുതായി കാണില്ല മുത്തങ്ങളെ. കാരണം പറഞ്ഞാൽ ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഞാൻ സംസാരിക്കുന്ന വെച്ചാൽ ഈ 30K ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ 25K ഉണ്ടാവുമ്പോൾ ഒന്നും നമുക്ക് ചിലപ്പം നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഒന്നും ബൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അതൊക്കെ വളരെ നേരത്തെയായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പൊ ഉള്ള പീരീഡ് എന്ന് പറയുന്നത് ഹാൾവിങ് പീരീഡാണ്. 2020 നോക്കുമ്പോൾ ഹാൾവിങ്ങിന് എത്ര റേറ്റ് ഉണ്ടായ, ഉദാഹരണത്തിന് 8,000 ആണെങ്കിൽ ഇപ്പൊ 8,000 ഉള്ളത് 2020 നോക്കുമ്പോൾ. അപ്പൊ അതിനുശേഷം എത്ര ഗ്രോത്ത് BTCക്ക് ഉണ്ടായി? അപ്പൊ 2024 ഉണ്ടാവുമ്പോൾ അടുത്ത ഹാൾവിങ്ങിലേക്ക് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവണം, ഒരു ബുൾ സൈക്കിൾ എത്രത്തോളം ഇനിയും സഞ്ചരിക്കാനുണ്ട് എന്നുള്ളൊരു ചിന്തകൾ നമ്മുടെ മനസ്സിൽ വേണ്ടേ? അതായത് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാല് 2020 താരതമ്യം ചെയ്യുമ്പോൾ $8,000 അല്ലെങ്കിൽ $9,000 ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് ഹാൾവിങ്ങിന് ശേഷം ഓൾറെഡി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം 69K ആണ് ഇപ്രാവശ്യത്തെ ഓൾ ടൈം ഹൈ ആണ്. 2020 19K ആയിരുന്നു. എന്നിട്ട് ആ ഒരു ഗ്യാപ്പൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് കരുതി നമ്മൾ ഇന്നൊരു വീട് വിറ്റിട്ടോ അല്ലെങ്കിലോ എല്ലാം ചെയ്തിട്ടോ എല്ലാം നമ്മൾ മാറ്റി വെക്കേണ്ടത്. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ബിറ്റ് കോയിൻ 20K ഉണ്ടാവുമ്പോൾ അറിയാം എന്തായാലും ഒരു ഓൾ ടൈം ഹൈ അടിക്കും. എന്നിട്ട് നമ്മൾ വീട് വിറ്റിട്ടൊന്നല്ലല്ലോ ഇൻവെസ്റ്റ് ചെയ്തത്. അതെന്തുകൊണ്ടാ? എവിടെയും ഏതൊക്കെയോ ഫാക്ടർ ഉണ്ട്, നമ്മൾ ഇമോഷനെ ബാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കടം വാങ്ങിയിട്ടും അല്ലെങ്കിൽ വേറെ പലതും ചെയ്തിട്ടും നമ്മൾ ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരം ന്യൂസുകൾ, അതായത് യുദ്ധ ന്യൂസുകൾ, പല പ്രശ്നങ്ങളൊക്കെ നമ്മൾ മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളപ്പുറമുള്ള അല്ലെങ്കിൽ കോഴിക്കോടുള്ള രമേശനുമായിട്ടോ അല്ലെങ്കിൽ നമുക്കറിയുന്ന ആളുമായിട്ടൊന്നല്ല. നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞ ഒരു വലിയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വലിയ ടീംസാണ്. കോടികൾ അല്ലെങ്കിൽ ബില്യൺസ് വെച്ച് മറിച്ച് കളിക്കുന്ന ടീമിനൊക്കെ നമ്മൾ മത്സരിക്കുന്നത്. അപ്പൊ ഇമോഷൻസ് ചിലപ്പോൾ നമുക്ക് ബാഡ് ആവും. ചിലപ്പോൾ ഒരു ബാഡ് ന്യൂസ് വന്ന് നമ്മൾ ബേജാറായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മെന്റലി സ്റ്റക്കായി പോകും. നമ്മൾ ഒരു സീനായിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം വിറ്റിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണൽ എന്ന് പറയുന്നത് വൻ വീക്കായിരിക്കും. അപ്പൊ ഏത് ന്യൂസും നമ്മളെ ഹണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ലോസിലോ അത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഫുൾ സെൽ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വലിയ പ്രോപ്പർട്ടി സെൽ ഓഫ് ചെയ്തിട്ട് മുഴുവനായിട്ട് ഇടാതെ. ഈവൻ ഞാൻ വരെ അത് ചെയ്യില്ല. ഞങ്ങൾക്ക് ഇപ്പൊ എത്രയോ പ്രതീക്ഷയുണ്ട് BTCനെ പറ്റിയിട്ട്, എന്നിട്ട് ഞാൻ ചെയ്യാത്ത എന്താ? അത് എന്റെ ഇമോഷൻ അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് BTC ഇപ്പൊ 100K അടിക്കൂലേ, അപ്പൊ എന്തായാലും നമുക്ക് റിട്ടേൺസ് ഹൈ ആവൂലേ. അതല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫീൽഡിലേക്ക് മാത്രമല്ല. നമ്മൾ ഒരിക്കലും പൂർണ്ണമായിട്ടും ആർത്തി കാണിക്കരുത്. 100K അടിക്കുമ്പം നമ്മൾ ആ ഒരു സംഭവം വരുന്നുണ്ട് എന്ന് കരുതി നമ്മൾ എല്ലാം കൊണ്ട് ഇടലല്ല ചെയ്യേണ്ടത്. നമ്മൾ അവിടെയും പല ഓപ്ഷനുകളും നമ്മുടെ മനസ്സിലുണ്ടാവണം. BTC എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ നമ്മൾ 30K ഉണ്ടാകുന്ന സമയത്ത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് പോലും ഞാൻ എന്റെ ഫുൾ എടുത്തിട്ട് ഞാൻ എന്റെ BTCയിൽ ഇടൂല. കാരണം എന്താ, എനിക്കറിയാം എപ്പോഴും എന്തുണ്ടാവണം, ഇത്തരം ചിന്തകളും കൂടി വേണം. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കൈമിലും എല്ലാവരുടെ കൈമിലും പൈസയുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് ചെലവുകൾ നടത്തുന്നുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് മണി മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു 60,000 എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ചിന്തയാ, ഒരു പടത്തിന് പോകേണ്ട 5 പടത്തിന് പോവുക, അല്ലെങ്കിൽ വേണ്ടാണ്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ കൈമേൽ ഒരു സാധനം കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി വല്ലാണ്ട് മാറും. അത് ഞാൻ നിങ്ങളോട് കുറ്റപ്പെടുന്നല്ല. ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയം നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട്, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സംഭവത്തിന്റെ മെയിൻ ബിസിനസ് എന്താ? എന്തുകൊണ്ടാണ് ഈ ബാങ്കുകാർ വല്ലാണ്ട് ക്രെഡിറ്റ് കാർഡ് പ്രോത്സാഹിപ്പിക്കുന്നത്? എന്തിനാണ് നമുക്ക് ഇത്രയും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ ഓഫർ തരുന്നത്?
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെന്ത് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് എന്താ? ബാങ്കുകാർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹം തന്നെയാണ്. കാരണം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ക്രെഡിറ്റ് കാർഡ് എടുക്ക്, ക്രെഡിറ്റ് കാർഡ് എടുക്ക്, ഇപ്പൊ HDFCന്റെ ക്രെഡിറ്റ് കാർഡ് എടുക്ക്, ഫെഡറലിന്റെ ക്രെഡിറ്റ് കാർഡ് എടുക്ക്. അവർ നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അത് നമ്മളോട് സ്നേഹം ഉണ്ടാവേണ്ട, നമ്മുടെ ഭയങ്കര പെർഫോമൻസ് കണ്ടിട്ട് അതൊന്നല്ല. നമ്മളെ ഇതുവരെയുള്ള ട്രാൻസാക്ഷൻ നോക്കിയിട്ട് ഓർക്ക് ഐഡിയ ഉണ്ട് ഇവന്റെ കൈമേൽ ഇപ്പം 10 രൂപയുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഇവന്റെ കൈമേൽ ഒരു 10,000 രൂപയുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇവനൊരു 9,000 രൂപയോളം ചെലവാക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ കൈമേൽ ഒരു 50,000 രൂപയുണ്ടെങ്കിൽ ഇവനൊരു 49,000 വരെ ചെലവാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ബാങ്കുകാർക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം ക്രെഡിറ്റ് കാർഡിലേക്ക് പുഷ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ, എന്റെ കഴിയുമ്പോൾ 50,000 ഒരു ആക്സസ് ഉണ്ട് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ 10,000 TV വാങ്ങണ്ടവൻ 25,000 TV വാങ്ങും. അതെന്തോ അവൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ ജീവിതമല്ലേ. ഒരു സാംസങ്ങിന്റെ അല്ലെങ്കിൽ ഒരു 30,000 ഫോൺ വാങ്ങണ്ടവൻ ഒരു 1,00,000 ഫോൺ വാങ്ങും. കാരണം അവനക്ക് ആ ഒരു ആക്സസ് ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് BTCക്ക് സൈഡിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, 10,000 രൂപ ശമ്പളമുണ്ട്, 2,000 രൂപ എന്തായാലും നമുക്ക് അടക്കണം, ഒരു EMI പോലെ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യും, വെറും 8,000 രൂപ മാത്രമേ നമ്മുടെ കണ്ണിൽ എന്തുണ്ടാവും, നമ്മുടെ ചെലവാക്കാനുള്ള പൈസ ഉണ്ടാവും. ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്ന പോലത്തെ സെറ്റപ്പ് തന്നെ. ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്ത എന്താ, ഫസ്റ്റ് ലോൺ അടക്കണം, എന്നിട്ടേ നമ്മൾ വേറില്ല പ്ലാൻ ഇടും. അതിന് വേണ്ടിയിട്ട് പലരും ലോൺ തന്നെ എടുക്കുന്നത് എന്തിന്? നമ്മുടെ നാട്ടിൽ കുറെ ആളെയും പൈസ ഉണ്ടായിട്ടില്ലായിട്ട് ലോൺ എടുക്കുന്ന ഒന്നല്ല. ലോൺ എടുത്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഒരു മാസം ആ പൈസ അവിടെ ഇങ്ങനെ വെക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ലോൺ എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് മാറാം. ഞാൻ പറയാൻ കാരണം ഈ ഒരു ചിന്ത എപ്പോഴും വേണം. ഞാൻ പലപ്പോഴായിട്ട് BTCന്റെ പ്രതീക്ഷകളൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാർ ഓവർ ആവേശമാവുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് എപ്പോഴും ഈ ഒരു ഫീൽഡ് ഞാൻ പറഞ്ഞു ഓർമ്മിക്കുകയാണ്. ഇനി BTCനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം, BTC എന്ന് പറയുന്നത് ഇപ്പൊ ഹാൾവിങ്ങിന് ഒരു 4 ദിവസം കൂടിയേ ഉള്ളൂ. ഇപ്പൊ BTCനെ സംബന്ധിച്ചിടത്തോളം കറന്റ്ലി ഒരു പ്രീ ഹാൾവിങ്ങിന്റെ, നമ്മൾ അന്ന് പണ്ടേ സംസാരിച്ച പോലെ ഹാൾവിങ്ങിന് മുമ്പുള്ള ഒരു ഫിൽട്ടർ അപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് യുദ്ധം എന്ന് പറയുന്ന ന്യൂസും കൂടിയും കിട്ടിയപ്പോൾ മാക്സിമം ഒരു റീസണായി ഇവർ കുറേ ദിവസമായി ശ്രമിക്കുന്നു. BTC ആണെങ്കിൽ വെയിൽസ് ഇപ്പോൾ എങ്ങനെ കുറയാൻ നോക്കുമ്പോൾ ETF ബ്ലാക്ക് റോക്ക് ആണെങ്കിൽ വലിയ വലിയ കമ്പനീസ് വാങ്ങി കൂടുന്നതുകൊണ്ട് BTCന് ഇവർക്ക് വോളറ്റിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആഫ്റ്റർ ETF BTCക്ക് വെയിൽസ് മാക്സിമം ട്രൈ ഇടുന്നുണ്ട്. എന്നിട്ട് പോലും BTC എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മന്ത്ലി ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ വാർ ന്യൂസ് വന്നത്. വാർ ന്യൂസും ഈ പറയുന്ന ഈ പ്രീ ഹാൾവിങ്ങിന്റെ റീട്രേസ് ടൈമും കുറെ കാര്യങ്ങളും ഹൈപ്പും എല്ലാം കൂടി ഒരുമിച്ചിട്ട് മാക്സിമം എന്ത് ചെയ്യപ്പെടുന്നു, ആൾക്കാരെ ബേജാറാക്കുന്ന സെറ്റപ്പിലാണുള്ളത്. ഈ സമയങ്ങളിൽ ശരിയാണ് നമ്മളെ കൂട്ടത്തിൽ പലർക്ക് ലിക്വിഡേഷൻ അടിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് ലോസ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും ഓർത്ത് നിങ്ങൾ ഒരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 100% ഞാൻ പറയും, ഈ സമയത്ത് ലിക്വിഡേഷനോ ഇതൊക്കെ നോർമലായിട്ട് ചില ആൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നോർമൽ സംഭവമാണ്. ഇങ്ങനെ പെട്ടെന്ന് ഒരു $8,000 കുറയുമ്പോൾ നോർമൽ. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് എക്സ്ചേഞ്ചുകളും വെയിൽസും മെയിനായിട്ട് ഈ പ്ലാൻ ഇടുന്നത്. അവർ വെയിറ്റിംഗ് ആണ്. അവർക്കറിയാം നമ്മളെ കൂട്ടത്തിൽ തന്നെ എത്രയോ ആൾക്കാർ ഒരു 35K 40K ഹൈ ലിവറേജിൽ ലോങ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം BTC കയറും. അപ്പൊ അങ്ങനെ ലോങ് ഇട്ട് വെച്ച എക്സ്ചേഞ്ചുകൾ പൂട്ടിപ്പോവില്ല. എല്ലാവരും വലിയ എമൗണ്ട് ഓഫ് ലിവറേജ് ഇട്ട് ഇതെല്ലാം ആരാ കൊടുക്കേണ്ടത്? ആ ഒരു സിറ്റുവേഷനിൽ ഇവർ എന്നും ഇങ്ങനെ എന്ത് ചെയ്യപ്പോഴും ലിക്വിഡേഷൻ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് റീഗെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും ഓർക്കും ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഈ സമയം എന്ന് പറയുന്നത് മാക്സിമം എല്ലാവരും, ഞാൻ നിങ്ങളോട് പറഞ്ഞ റീ അക്യുമുലേഷൻ ഫേസിലേക്ക് പോയോണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ പ്രീ ഹാൾവിംഗ് റാലി സംഭവിച്ചു കഴിഞ്ഞു, റീട്രേസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ റീ അക്യുമുലേഷൻ സോണാണ്, പോസ്റ്റ് ഹാൾവിംഗ് റീ അക്യുമുലേഷൻ. ഈ സോണിൽ നിങ്ങൾ ഇങ്ങനെയുള്ള മൂവ്മെന്റ് പ്രതീക്ഷിച്ചോ? അപ്പം ഇനി ഒരു ഓഗസ്റ്റ് വരെ നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഇത്തരം ഒരു 20% കറക്ഷനോ അല്ലെങ്കിൽ ഒരു 10% കറക്ഷൻ 10% കയറ്റം, ഇങ്ങനെയുള്ള ഈ 2 ഏരിയയിൽ നിന്ന് ഇങ്ങനെയുള്ള മൂവ്മെന്റ് BTCക്ക് ഉണ്ടാവും. എന്നിരുന്നാൽ നമ്മളുള്ളിൽ ഒരു തോന്നലുണ്ടാവും, ഇത് ബുൾ മാർക്കറ്റ് ഒന്നല്ല. ഞാൻ മുമ്പേ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഇത് ബുൾ മാർക്കറ്റ് ഒന്നല്ല, ഇത് ഒരുമാതിരി മടുപ്പിക്കുന്ന ഒരു പരിപാടിയാണല്ലോ, BTC ഒന്നും ഒരു ഓക്കെ ആവുന്നില്ലല്ലോ, എന്താണ് ഒരു വലിയ സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള തോന്നലുകൾ എന്തുണ്ടാവും ഈ ഇനി ഒരു കാലയളവിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്യണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ നിന്നും ജനങ്ങൾ പിടിച്ചെന്ന് ഇവർക്ക് എല്ലാവർക്കും പോസ്റ്റ് ഹാൾവിംഗ് ഇത് കിട്ടും, റാലി കിട്ടും. ഉദാഹരണത്തിന് BTC 2020 $8,000 ഇപ്പോൾ ഉള്ളതെന്ന് വിചാരിക്കും. ഈ സമയത്ത് ഹാൾവിങ്ങിന്റെ സമയത്ത് BTCക്ക് $8,000 ഉണ്ടായിരുന്നത്. ആ സമയത്ത്
ഒരാള് BTCന്റെ പൊട്ടൻഷ്യലൊക്കെ മനസ്സിലാക്കി അയാൾ BTC വാങ്ങി ഹോൾഡ് ചെയ്താൽ അയാളെ റിട്ടേൺസ് എത്രയാണെന്ന് ഇപ്പോഴത്തെ കണക്കിൽ $70,000, അതായത് ഏകദേശം $60,000 അയാളുടെ റിട്ടേൺസ്. പക്ഷെ അയാൾ ഈ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കണം, വെയിൽസിന് മാത്രമേ പ്രോഫിറ്റ് കിട്ടാവൂ. അപ്പോൾ എന്ത് ചെയ്യും? BTC എന്ത് ചെയ്യും? ഏകദേശം 19K പോകുന്നു, എന്നിട്ട് ഭയങ്കരമായിട്ട് 11K പോകുന്നു, 13K പോകുന്നു, എന്നിട്ട് BTC ഒരു 35 വരുന്നു, വീണ്ടും കുറയുന്നു. അപ്പൊ അയാൾ മാനസികമായി ഇങ്ങനെ തളർത്തിയോണ്ട് നിൽക്കുന്നു. കോവിഡിന്റെ സമയത്ത് ഭയങ്കര ബാഡ് ന്യൂസുകൾ വരുന്നു, മാർക്കറ്റ് സഡനായി ഡിപ്പ് ഉണ്ടാവുന്നു, എന്നിട്ട് വീണ്ടും ഏകദേശം എനിക്കൊന്ന് വളരെയധികം കുറഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ലാസ്റ്റ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് 2020 ഉണ്ടായത്. ഇത് തന്നെയാണ് 2016 ഉണ്ടായത്. ഇപ്പൊ നോക്ക്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 16K വരെ പോകുന്നു, ഇനിയില്ല BTC എന്ന് തോന്നുന്നു, എന്നിട്ട് 30K വരുന്നു, പെട്ടെന്ന് തന്നെ 70K അടിക്കുന്നു, എന്നിട്ട് ഇപ്പം ഇതാ ഇനി ഇവിടുന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മാക്സിമം ആൾക്കാർ ഈ സമയത്ത് പുറത്താക്കിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ സമയത്ത് വാങ്ങുന്നവർക്കൊക്കെ പ്രോഫിറ്റ് കിട്ടൂലേ? പിന്നെ 80K എത്തിയാൽ BTC അതിന്റെ അപ്പുറത്തേക്ക് പോസ്റ്റ് ഹാൾവിംഗ് റാലി വന്നു കഴിഞ്ഞാൽ പാവങ്ങളായ നമുക്കൊക്കെ പ്രോഫിറ്റ് വരൂലേ? നമുക്കൊക്കെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിപ്പോകൂലേ? അപ്പൊ എന്ത് ചെയ്യും? നമ്മളെല്ലാം ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കും. എന്നിട്ട് ഈ പറയുന്നത് നമ്മൾ വരാണ്ടിക്കോ? നമ്മൾ വരും. എപ്പോ BTC വീണ്ടും ഒരു 70K അല്ലെങ്കിൽ 80K അടിച്ചാൽ നമ്മൾ വീണ്ടും ഷിബൊക്കെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ വീണ്ടും മാർക്കറ്റിൽ വരും. ഇത് അടിപൊളി, മാർക്കറ്റ് ഇതാ വീണ്ടും പൊന്തുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഈ സമയത്താണ് നമ്മൾ വരേണ്ടത്. അതിനാണ് ഞാൻ ഈ സമയത്ത് മെയ് 1 പുതിയ 3 10x കോയിൻ ഇടുന്നത്. അതായത് പുതിയ മെയ് 1 3 ജൂൺ 1 3 ജൂലൈ 1 3 അങ്ങനെ നമ്മൾ ജൂലൈ 1 4 അങ്ങനെ ഒരു പുതിയ 10 കോയിനും കൂടി നമ്മൾ ഇടും 10x എയിം ചെയ്തിട്ട്. ഓൾറെഡി നമ്മൾ 10 ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സാധാരണ 2016 2020 ഈ റീഅക്യുമുലേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 160 ദിവസം 150 ദിവസം നിന്നിന്, എന്നിട്ട് മടുപ്പിച്ചിട്ടാണ് ഇത് ഒറ്റ കയറ്റം കയറിയത്. അപ്പൊ എന്ത് ചെയ്യപ്പെടും? ഇത് ആൾക്കാർ കിട്ടൂല, എല്ലാവരും കയറുമ്പേ വരും. ആ സമയത്ത് നമ്മൾ ഓൾറെഡി 10x ഞാൻ പറഞ്ഞ പോലെ ഷിബ്, ഡോജ് ഇതെല്ലാം നമ്മൾ ഓൾറെഡി 10x ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ബൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അഥവാ കുറച്ചും കൂടി കുറഞ്ഞാൽ കുറച്ചും കൂടി ആഡ് ചെയ്യും. ഇതെന്ത് ചെയ്യപ്പെടും? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ജാനുവരി സമയത്തൊക്കെ BTC നോക്കുമ്പോൾ BTC കയറുന്നുണ്ട്, ഷിബും ഡോജൊക്കെ ഇനി കയറോ, ഷിബൊന്നും ഇനി കയറോ, ഇനി വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ഷിബ് ഏകദേശം 700% കയറിയത്. ഏത്? ഈ പറയുന്ന ഫെബ്രുവരിയും മാർച്ചിന്റെ ഇടയിൽ ഷിബ് 700%, ഡോജ് അങ്ങനെ എല്ലാം ഏകദേശം ആൾട്ട് മാർക്കറ്റ് ക്യാപ്പ് 180 ബില്യൺ നിന്ന് 350 ബില്യണിലേക്ക് കയറിയിട്ടുണ്ട് ഈ പറയുന്ന സമയത്ത്. അതും ചുരുങ്ങിയ ഒരു മാസ കാലയളവിൽ 250 350 അതായത് 200 ബില്യണോളം ആര് കയറി? ആൾട്ട് മാർക്കറ്റ് ക്യാപ്പ് കയറി 200 ബില്യൺ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 450 ബില്യണാണ്. ഇനി നമുക്ക് ചിന്തിക്കാം, ഇപ്പൊ ഏതാ 380 ബില്യൺ. ഈ പറയുന്ന 2 ദിവസത്തെ BTC കറക്ഷൻ കാരണം ആൾട്ട് പോയത് 240 ബില്യണിലേക്കാണ്. അപ്പൊ ഇപ്പൊ ഉള്ളത് ഒരു 240 ബില്യണിലേക്കാണ്. കഴിഞ്ഞ ബുൾ മാർക്കറ്റ് ആൾട്ട് മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായത് 480 ബില്യണാണ്. അപ്പൊ ഇപ്പൊ ഉള്ളത് ഏകദേശം ഇപ്പൊ ഉള്ളതിനേക്കാൾ ഒരു 200 കൂടി കൂടാനുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ ആൾട്ട് മാർക്കറ്റ് ക്യാപ്പിലേക്ക് എത്താൻ. അവിടെ മാത്രമാണ് ഇപ്രാവശ്യം എത്തുക. നോർമലി എന്തായാലും അതിൽ കൂടുതലുണ്ടാവില്ലേ? അപ്പൊ ഒരു വലിയ സാധ്യതയില്ലേ? ഈ സാധ്യതയാണ് പുതിയ 3 10x ഞാൻ എയിം ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളെല്ലാവരും വന്നതെപ്പാ? പുതിയ ആൾക്കാരെ സംസാരം തുടങ്ങിയപ്പാ 150 ബില്യൺ ഉണ്ടാകുമ്പോൾ നമ്മൾ വന്നിനോ? പുതിയ ആൾക്കാർ ഇല്ല. 200 വന്നിനോ? ഇല്ല. 300 എടുക്കുമ്പോഴാണ് ഷിബൊക്കെ കയറി വരുമ്പോഴാണ് വീണ്ടും ആൾക്കാർ മാർക്കറ്റിലേക്ക് വരുന്നത്. ഇതെന്നെ വീണ്ടും സംഭവിക്കും 100% ഞാൻ പറയാം. അവരെ ഈ 350 വരുന്ന ആൾക്കാരെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു 3 മാസം അല്ലെങ്കിൽ ഈ 2 മാസം എന്ത് ചെയ്യും? മടുപ്പിക്കും മാർക്കറ്റ്. സാധാരണ ഇതിൽ അങ്ങനെ ഉണ്ടായത്. ഇനി അങ്ങോട്ട് 2-3 മാസം മടുപ്പിക്കും. അതായത് റീഅക്യുമുലേഷൻ ഫേസ് ആണ്. ഈ പറയുന്ന ഏപ്രിൽ, മെയ്, ജൂൺ, മിനിമം ജൂലൈ, ആഗസ്റ്റ് ആയിരിക്കണം ഒരു ബ്രേക്ക് ഔട്ട് ഒക്കെ ഉണ്ടാവാൻ സാധ്യത. ഈ പറയുന്ന മാസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതെന്നറിയാം, തിരക്ക് കൂട്ടാണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെറിയ ചെറിയ ശതമാനം അവിടുന്ന് കിട്ടുന്ന നമുക്ക് അനാവശ്യമായി കളയുന്ന അല്ലെങ്കിൽ നമ്മളൊന്ന് പിടിച്ചാൽ, ഇപ്പോൾ ടൈം മാനേജ്മെന്റ് എന്നെല്ലാം പറയുന്ന പോലെ മണി മാനേജ്മെന്റ് ചെയ്ത് നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന എമൗണ്ടുകൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പതിയെ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഈ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള എല്ലാവരും വരുത്തും. 100% ഞാൻ പറയാം. അപ്പം അതിൽ നമ്മൾ പെടരുത്. നമ്മൾ 30K ഉണ്ടാവുമ്പോൾ നമ്മൾ ആരും വന്നിട്ടില്ല, പക്ഷെ 60K ആകുമ്പോൾ നമ്മൾ വരുന്നു എന്നുള്ള സിറ്റുവേഷൻ ഇനിയുള്ളതാണ് ശരിയായ മൂവ്മെന്റ് നടക്കേണ്ടത്.
മുമ്പ് എപ്പോഴും ഏത് 2020 ആയാലും 2016 ആയാലും 2012 ആയാലും എല്ലായിടത്തും നല്ല ഹൈക്ക് കിട്ടിയ സമയം സ്റ്റിൽ 2024 വന്നിട്ടില്ല. അപ്പൊ സ്റ്റിൽ നമുക്ക് ക്രിപ്റ്റോയിൽ ഇപ്പോഴും സമയമുണ്ട്. ഇനി ഈ സമയങ്ങളിൽ നമ്മുടെ ആൾട്ടൊക്കെ ഡൗൺ ആണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നമാക്കേ വേണ്ട. കാരണം ബുൾ മാർക്കറ്റ് കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വെറും 36% ബുൾ മാർക്കറ്റ് ആയിട്ടില്ല. എണ്ണി വെച്ചോ 36% ബുൾ മാർക്കറ്റ്. ഇനിയും എത്ര ശതമാനം ഉണ്ട് ഇത്ര? ആ ഒരു എമൗണ്ട് ഓഫ് ബുൾ മാർക്കറ്റ് ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതാണ് നമ്മളെ കിട്ടാണ്ടാക്കുന്ന സെറ്റപ്പ്. അതിനാണ് ഈ എന്തുകൊണ്ടാണ് ഇവർ ഈ ETF ടീമൊക്കെ വീണ്ടും വീണ്ടും ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് തലക്കസുഖമായിട്ടുണ്ടോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് കരുതി ഞാൻ നിങ്ങളോട് വീണ്ടും ഓർപ്പിക്കുകയാണ്, ഫുൾ സമ്പത്ത് കൊണ്ടുപോയി ഇടുന്നൊരു സെറ്റപ്പ് അല്ല. അത് നമ്മളെ ഇമോഷണലെ ബാധിക്കും. അതിനുള്ള ശക്തി ആർക്കുണ്ട്? വെയിൽസിനുണ്ട്. അവരിതുപോലെ ഒരു ദിവസം കൊണ്ട് $10,000 വരെ അവർക്ക് കുറക്കാൻ പറ്റും. അത് നമ്മൾ ഇമോഷണലെ ബാധിക്കും. നമ്മൾ ഇമോഷണലെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം നമ്മളെ ഇൻവെസ്റ്റ്മെന്റ്. അല്ലെങ്കിൽ നമുക്ക് തോൽവി ഉണ്ടാവും, 100% ഉറപ്പാണ്. അപ്പൊ നമുക്ക് 1000, 10,000 ലക്ഷങ്ങൾ വാങ്ങാന്നല്ല, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക ഇൻവെസ്റ്റ്മെന്റിലൂടെ. എന്നിട്ട് എന്താ 2025 വീണ്ടും ബിയർ മാർക്കറ്റിലേക്ക് പോകും. വീണ്ടും BTC ഒരു 4 കൊല്ലത്തെ സൈക്കിളിലേക്ക് മാറും. അപ്പൊ നമുക്ക് വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാം. അപ്പൊ ഇപ്രാവശ്യം തന്നെ എല്ലാം അക്യുമുലേറ്റ് ചെയ്യണമെന്നില്ല, ഫുൾ വീട് വിറ്റിട്ട് വാങ്ങണമെന്നില്ല, പതിയെ മതി. ഇത് മറ്റേ ഡയലോഗില്ലേ, എന്താ അണ്ണാന് തന്നാലായതെന്നുള്ള ആറ്റിറ്റ്യൂഡേ വേണ്ടു. അല്ലാണ്ട് വേറെ ഇടുന്നല്ലോ ഫുൾ എമൗണ്ട് ഇട്ടിട്ട് ഞാൻ ബിസിനസ് ഐഡിയ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും വേണ്ട. പക്ഷെ ഒന്നും ചെയ്യാതിരിക്കാനും പാടില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് പതിയെ മതി. ഒറ്റയടിക്ക് 1 ലക്ഷം 10 ലക്ഷം ഇടുമ്പോൾ നമ്മൾ ആകപ്പെടുന്നു. പതിയെ ഇടക്ക് ഇടുന്ന ചെറിയ ചെറിയ എമൗണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അപ്പൊ നമ്മൾ അറിയാണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് വലിയ സീൻ ഇല്ലാണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ റീഅക്യുമുലേഷൻ ഫേസിലേക്ക് കടക്കാൻ പോയാണ്. 3 ദിവസം കൂടി ഹാൾവിങ്ങിനുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും കണ്ടപോലെ ഞാൻ പറഞ്ഞ പോലെ പ്രീ ഹാൾവിങ് റാലി നമ്മൾ ശ്രദ്ധിച്ചു. നമ്മൾ 40K സമയത്ത് പറഞ്ഞതാണ്. അത് ഏകദേശം 70K കണ്ടു. പ്രീ ഹാൾവിങ് റീട്രേസ് 2 തവണ 18%, 20% നമ്മൾ കണ്ടു. ഇനി കിട്ടോ ഇല്ലയോ, എത്രത്തോളം ഇനി വരോ എന്നുള്ള കറക്റ്റ് അറിയില്ല. പക്ഷെ മുമ്പൊക്കെ ഏകദേശം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ല, 36%, 28% ഉണ്ടായത്. ഇപ്രാവശ്യം 18%, 20%ആണ് ഇതുവരെ വന്നത്. ഇനി എത്ര ശതമാനം ഇതന്നെ ആയിരിക്കണം നോർമലി, എന്നാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കിട്ടിയ അത്രയും ലാഭം. ഈ പറയുന്ന റീട്രേസ് എന്ന് പറയുന്നത് ശരിയായ ബാർഗെയിനിങ് ഏരിയ. ഇനി അങ്ങോട്ട് ഞാൻ അതിനുള്ള റീസൺ പറയാൻ കാരണം ഈ ഒറ്റ റീസൺ ആണ്. 2020 ബിറ്റ്കോയിന്റെ ഹാൾവിങ് ടീമിന് കിട്ടിയ റേറ്റ് ഇനി അവർക്ക് കിട്ടൂല. അതായത് 2012 $50 കിട്ടി. 12 തോന്നുന്നില്ല, 2008 അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. 2012 50 BTC കിട്ടിയ ഹാൾവിങ് നടത്തുന്ന മൈനേഴ്സിന് 2016 ആകുമ്പോൾ 25, 2020 ആകുമ്പോൾ 12.5, 2024 ആകുമ്പോൾ എനിക്ക് തോന്നുന്നു 8 തൊട്ടാ തുടങ്ങിയെങ്കിൽ 2008 50, 12 25, 16 12.5, 20 6 സംതിങ്, അപ്പൊ 24 3 സംതിങ്. ഇത് രണ്ടിലും എങ്ങനെയാന്ന് വ്യത്യാസം നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ അടുത്ത 2028 ആകുമ്പോൾ ഇപ്പം കിട്ടുന്നത് 3 ആണെങ്കിൽ 1.5 കിട്ടും. അപ്പൊ 1.5 കിട്ടുമ്പോൾ ഈ 4 വർഷത്തെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ ബ്ലോക്കിംഗ് സെറ്റപ്പിന് ഈ പറയുന്ന 60,000 കിട്ടിയാൽ പോരാ. അപ്പൊ അവരെന്ത് ചെയ്യും? പുതിയ ഹൈയിലേക്ക് BTCനെ എത്തിക്കും. അങ്ങനെയാണ് ഓരോ ഹാൾവിങ് കഴിയുമ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്. കാരണം ഈ ഒരു 4 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ പണ്ട് കിട്ടിയതിനും പകുതി കിട്ടാൻ വേണ്ടിക്കല്ല, അതിന്റെ ഇരട്ടി കിട്ടാനാ. അതുകൊണ്ടാണ് 2020 അവർക്ക് ഇപ്പൊ കിട്ടിയതിനകട്ട് ഇരട്ടി കിട്ടിയെങ്കിലും അന്ന് $8,000 BTCക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ 2024 ആകുമ്പോൾ അവർക്ക് പകുതിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും BTCക്ക് എത്ര പൈസ ഉണ്ട്? $60,000 ഉണ്ട്. ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പൊ 2028 ഹാൾവിങ്ങിന് അവർക്ക് ഇപ്പൊ കിട്ടുന്നതിനെക്കാട്ടി പകുതിയെ റിവാർഡ് കിട്ടും. പക്ഷെ എന്തുണ്ടാവും? BTC അവർ ഒരു തലത്തിലേക്ക് എത്തിക്കും. അങ്ങനെയായിരിക്കണം അവർ അടുത്ത എയിം പ്രോഫിറ്റിലുണ്ടാവും. അങ്ങനെയാണ് ഓരോ പ്രാവശ്യവും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 127 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നുണ്ട് ഫുള്ളായിട്ട് തീരലെന്ന് തോന്നുന്നുണ്ട്. അതൊന്നും എനിക്ക് സംസാരിച്ചിട്ട് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ നമ്മളെ 100 എന്ന് പറഞ്ഞാൽ 2130 21 അങ്ങനെ എന്തോ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഐഡിയ വേണം. അപ്പൊ ഇപ്പൊ ഉള്ള ചെറിയ കറക്ഷൻസ്, ചെറിയ ഷോർട്ട് ടേമിലെ വോളറ്റിലിറ്റി അതൊന്നും ഓർത്തിട്ട് സെല്ല് ചെയ്ത് ഒഴിവാക്കുന്ന പരിപാടിയൊന്നും ചെയ്തൊക്കെയല്ല മുത്തുങ്ങളെ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കും.
ഓക്കെ എന്നാ പിന്നെ നമുക്ക് പിരിഞ്ഞൂടെ? BTC ഇനിയും കുറയാന്ന് വെച്ചാൽ 4 ദിവസം കൂടി ഒരു മാക്സിമം വോളറ്റിലിറ്റി ഉണ്ടാവും. കാരണം അവർക്ക് റിവാർഡ്സ് കിട്ടുന്നത് വരെ എന്തെങ്കിലും ഒരു ചിലപ്പം പറയാൻ പറ്റില്ല. ആർബിറ്റേറിയം എക്കോസിസ്റ്റത്തിൽ ഞാൻ നോക്കട്ടെ. ഞാൻ ആ 2-3 കോയിൻസ് നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലിടാൻ പറ്റും നോക്കാം. കാണണം 2 കോയിൻ പറയപ്പോന്ന് വയ്ക്കുന്നവരുടെ INJ APT. INJ ഒക്കെ ഞാൻ പണ്ടേ $3 ഉണ്ടാകുമ്പോൾ പറയുന്നതാണ്. ഏകദേശം $50 ബ്രേക്ക് ചെയ്തു. ഞാൻ $50 എത്തുമെന്നൊക്കെ എത്രയോ കാലം മുമ്പേ സംസാരിച്ചു, നമ്മുടെ മെമ്പേഴ്സിനൊക്കെ അറിയാം. അപ്പം INJനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പോലെ തന്നെ $22 എനിക്ക് നല്ല ഒരു ബൈയിങ്ങും, പിന്നെ $15 to $22, $15 പിന്നെ $22 ഈ 2 ഏരിയ നല്ല ബൈയിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ആ സമയത്ത് ലോങ് ഇട്ടത് $13 $9 ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. INJ എന്ന് പറഞ്ഞിട്ട് INJ ഏകദേശം $50 എത്തിയിട്ടുണ്ട്. എനിക്ക് പ്രതീക്ഷയുണ്ട് INJയിൽ. അപ്പോൾ INJ ആണെങ്കിൽ ഇല്ലാത്തവർക്കൊക്കെ ഈ സമയങ്ങളിൽ ശ്രദ്ധ കൊടുക്കാം. $22 എന്ന് പറയുന്ന മെയിൻ സപ്പോർട്ടാണ്. പിന്നുള്ളത് 15, 16, 15 to 18 മെയിൻ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ആ 2 ഏരിയ 15 കിട്ടുന്നുണ്ടെങ്കിൽ ലോക ലാഭം, 22 കിട്ടുന്നുണ്ടെങ്കിൽ ലാഭം. അങ്ങനെ സെറ്റപ്പാണ്. APTയും നമുക്ക് നല്ലൊരു പ്രതീക്ഷ. അങ്ങനെ കുറെ കോയിൻ ഉണ്ട്, ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 10x നമ്മുടെ ഷിബ്, ഡോജ് ഇതൊക്കെ ഞാൻ 10x ഹോൾഡ് ചെയ്യുന്ന കോയിനാണ്. പുതിയ 10xകൾ ഈ മെയ് 1-ന് 3 ജൂണിൽ 3 ജൂലൈയിൽ 4 ഇടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ എത്ര ഫ്യൂച്ചർ ചെയ്താലും നമുക്ക് 10x റിട്ടേൺസ് കിട്ടുമോ? ഇല്ല. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 10x ഇടുന്നത്. ഇത് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ്റെ ആ പറയുന്ന പോസ്റ്റ് ഹാൾവിങ് റാലിയാണ് എൻ്റെ ലക്ഷ്യം. അതിലാവുമ്പോൾ ഈ ഒരു റിട്ടേൺസ് എല്ലാ കോയിൻസിലും വരുമ്പോൾ ഏകദേശം 1 ഇയർ ഗ്യാപ്പാണല്ലോ. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലും 1 ഇയർ മെമ്പർഷിപ്പ് എടുത്ത എല്ലാവർക്കും ഈ ഒരു 10x കൂടി കംപ്ലീറ്റ് പ്രോഫിറ്റിലേക്ക് ഗെയിൻ ആവുന്നു. ഈ സ്പോട്ട് പ്രോഫിറ്റാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ അതിൻ്റെ റിസൾട്ട് കണ്ടതാണ്. ഷിബ് ഇട്ടതിന് ശേഷം തന്നെ 7x കയറിയതാണ്. ഇപ്പം വീണ്ടും കയറി. ഇപ്പോൾ വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പ്രോഫിറ്റ് എടുത്തവരുണ്ട്, പ്രോഫിറ്റ് എടുക്കാത്തവരുണ്ട്. നമുക്ക് നോക്കാം. പുതിയതായിട്ട് 10x കൂടി ഞാൻ ഇടുന്നുണ്ട്. അൾട്ടിമേറ്റ് എയിം നോ റിസ്ക്. കുറേ ആൾക്കാർക്ക് ഫ്യൂച്ചർ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. നോ റിസ്ക് എയിമാണ്. ഈ കോയിൻ ഇടുന്നു, മാസം ഞാൻ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ഈ കോയിൻ്റെ സാധ്യതകൾ എങ്ങനെ, എവിടെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും. റീബൈയിങ് ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ 3x ഇടുന്നവർക്ക് ഇടാം, ചെയ്യുന്നവർക്ക് ചെയ്യാം. അതെന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ മെയ് 1-ന് 3 ഇടും. അപ്പോൾ അതിനു മുമ്പേ മാക്സിമം മെമ്പേഴ്സ് അല്ലാത്തവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അതിന് ശേഷം എടുക്കുന്നില്ല, നോ പ്രശ്നം. ഓക്കെ, എന്നാൽ നമുക്ക് നിർത്താം. ഓക്കെ, സോളും ഞാൻ ഹോൾഡ്. ഞാൻ രണ്ടാമത് റീബൈ ഓപ്ഷൻ പറഞ്ഞത് സോളൊക്കെ എന്നിട്ട് ഇത്രയും വമ്പം കുറയെന്ന് പറഞ്ഞിട്ട് സോളൊന്നും നമ്മളെ ബൈയിങ് ഏരിയയിൽ തന്നെ എത്തിയിട്ടില്ല. 10x ബൈയിങ് ഏരിയയിൽ തന്നെ എത്തിയിട്ടില്ല. ആടാ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേറൊരാളിൽ നിന്ന് കിട്ടുന്നൊരു സംഭവം ഒന്നല്ല. ഞാൻ ഇങ്ങോട്ട് പറയാല്ലേ, മോട്ടിവേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ തന്നെ എത്രത്തോളം, ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടാവും. നമുക്ക് സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. അത് സെൽഫായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പോൾ ലിറ്റ്കോയിൻ നമ്മുടെ ഹോൾഡിങ്ങിലുണ്ട്. അതാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ബൈയിങ് ഏരിയയിൽ കുറച്ചും കൂടിയും, നമുക്ക് ബൈയിങ് ഏരിയ 81 തോന്നുന്നുണ്ട് ആ സമയത്ത്. മീൻസ് അതിൻ്റെ 10x അത് കുറച്ച് കൂടി കുറച്ചിട്ടുണ്ട്. അതും എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇല്ലാത്തവർ ഇപ്പോൾ INJ പോലുള്ള കോയിൻ നോക്കി. FTM ഓക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മാർക്കറ്റ് കയറാൻ നമുക്ക് തോന്നുന്നു ഒരു 3 എന്തായാലും ജൂലൈ അല്ല കുറച്ച് നാളെടുക്കലുണ്ട്. സാധാരണ 150 എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. കയറാന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്നത് വൻ കയറ്റം കയറാനാണ്. ചിലപ്പോൾ ഇപ്പോൾ ഏരിയയിൽ ചിലപ്പോൾ 70K 75Kയിലേക്കൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഇല്ലേ, അത് കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോട്ടിവേറ്റ് ആവേണ്ടതെന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് നമ്മൾ പഠിക്കുക, എന്നിട്ട് നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്ന മോട്ടിവേഷനൊക്കെ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പോകും. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക. മാക്സിമം നമ്മളിങ്ങനെ മാക്സിമം ഇങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും യുദ്ധം എന്ന് പറയുന്നതൊക്കെ മാർക്കറ്റ് കുറയും, ശരി തന്നെ.
പക്ഷെ അതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് ഒരുപാട് പേര് അതിൽ നിന്ന് കിണ്ണ ലാഭം എടുക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്നൊന്നും പൊട്ടനാവാണ്ടെന്നാ മതി. ഈ യുക്രൈൻ യുദ്ധവും ഈ 2021 ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതാരാണ് മൂപ്പൻസ്. ഓക്കെ, എന്നാലും മീറ്റിംഗ് അപ്ഡേറ്റ് ഇടാം. ഓക്കെ, എന്നാ ശരി.